അപ്പം അമ്മ കാമ്പ് കൊത്താനാ പോന്നേ. കായ് കൊത്തിയിട്ട് അമ്മ അവിടെ കൊണ്ടുവച്ചു. എന്നോടൊന്ന് കാമ്പ് എടുക്കുക, കാമ്പ് നല്ലതല്ലേ. കാമ്പ് നിന്നാൽ വയറ്റിലേക്ക് കച്ചറിയെല്ലാം പോകുന്നു പറയുന്നേക്കാതെ അമ്മേ. നല്ലതല്ലേ? പച്ച കാമ്പ് തിന്നാൽ നല്ല രസമാണ്. ഇത് കൊത്തണ്ട അടിഭാഗം? അടി അമ്മ കാമ്പെടുക്കാൻ വേണ്ടിയിട്ട് വലിയ തടിച്ച വാഴയാണ് കണ്ട. കൊത്താൻ നല്ല പണിയുണ്ട്. എൻ്റെ കന്നുണ്ടെങ്കിൽ കുറേ നടണല്ലോ അമ്മേ. മഴക്കാലത്ത് പൊരിച്ചോട്ടാൽ മതി, കുറേ ഉണ്ടല്ലോ. ഇതല്ല ഇവിടെ എല്ലാം ഉണ്ടല്ലോ. അതെല്ലാം മണ്ണൻ വാഴേൻ്റെ ഇതാണ് കേട്ടാ. കന്നിനേക്ക് പോവാ. ഓ ജിമ്മിന് പോയ പോലെ പൊരിച്ചിടണ പണിയുണ്ടല്ലോ അമ്മ. നല്ല കാമ്പുണ്ടാവുമല്ലോ. ഒരു കഷ്ണം ഞാൻ അങ്ങേക്കോമ്പ് എടുക്കാം. കേട്ടു യോ വീണ് എന്താ വീണിതോ കിടക്കുന്നു. അപ്പം നമുക്ക് അമ്മയോട് ഞാൻ പറഞ്ഞു ഞാൻ നോക്കട്ട് കാമ്പ് കിട്ടുമെന്ന്. അതാണെങ്കിൽ വില എന്താ കിട്ടാണ്ട് നല്ല വലിയ മരത്തിൻ്റെ തടിയിലെ വാഴ പൊളിക്കൽ പണിയാന്നുള്ളേ. നോക്കട്ടെ, കഷ്ടപ്പെട്ടാലും കിട്ടുന്ന നല്ല വിഷടിക്കാത്ത സാധനമല്ലേ. പൊളിച്ച സാധനമല്ലേ. പൊളിക്കണമെങ്കിൽ വേണം. ഞാൻ വിളിക്കാം. കുറച്ച് ഞാൻ പൊളിച്ചു ബാക്കി ഞാൻ പൊളിച്ചു കേട്ടോ. ഇത് പണ്ട് മറ്റേ നിങ്ങൾ വിറകിന് പോകുമ്പോ കയറാക്കാൻ വേണ്ടി ആക്കിയില്ലേ, ഇത് ഉണക്കിയിട്ടാ? ഉണക്കിയിട്ട് എടുക്കും. നല്ല കയറാണ്, അത് കയറ് പൊട്ടൂല. ഇപ്പം വിറക് ഉറക്കാനും പോവില്ല അല്ലേ, ആരും വിറകിനും പോകുന്നില്ല. റൈസ് കുക്കർ, ഗ്യാസ്, അടുപ്പ് കത്തിക്കണ്ടല്ലോ. കത്തിക്കണ്ട, നമ്മളെ പോലത്തെ അവരിക്കേ കത്തിക്കണ്ട. ഗീതേച്ചില്ലേ യൂട്യൂബ്, ഗീതേച്ചിട്ട് എന്നോടക്കത്തെ വീഡിയോ, ഗീതേച്ചി മഴ എടുത്തിട്ടുണ്ട് വിറക് വീർന്ന്. വിറക് കീറിയല്ലേ വേണ്ട. ഇപ്പം എത്ര പൈസ? സാവി കീറുമല്ലോ. നീ കാവിലെ മോളെ ഞാൻ വിളിക്കാം. നടുവേദന എടുക്കും. പണിയെടുക്കുമ്പോ പ്രോത്സാഹനം തരണം. ഇതല്ല അമ്മമാരൊക്കെ ആടെ വേദന എടുക്കും, ഈടെ വേദന എടുക്കും അതറിയില്ല. ആ കൊത്തി ശീലമില്ലാത്തതുകൊണ്ടല്ലേ പറഞ്ഞു. കൊത്തി ശീലിക്കലല്ലേ, എല്ലാ പണിയും നമ്മ പഠിക്കലാണ്. എന്നാ പഠിച്ചോ. നമ്മ കറി വെക്കാൻ പഠിപ്പിച്ചിട്ട് നമ്മ കറി വെക്കാൻ പഠിപ്പിച്ച് ഞാൻ പഠിച്ചു ഞാനും പറയും പഠിക്കണം. നമ്മ കണ്ടുപിടിച്ചതല്ലേ. അതെ, അതുപോലെ കാമ്പ് എങ്ങനെ പൊളിക്കലും നോക്കട്ടെ. അവിടെ എല്ലാ കറി വെക്കാനും പഠിച്ചു വരാം. എല്ലാവരും അറിയുന്നെല്ലാം വെക്കും, പിന്നെ പരീക്ഷിക്കും. കുട്ടപ്പൻ കാമ്പിന് കിട്ടോക്കെ നല്ല കാമ്പൻ. അമ്മേനോട് ഞാൻ പറഞ്ഞു അമ്മ വീഡിയോ എടുത്താ ഞാൻ കാമ്പ് പൊളിച്ചു തരാം. എന്നാ നീ ആക്കുന്നതിന് വറവാ? വറവോ കാമ്പ് പെരക്കോ എന്തെങ്കിലും ആക്കാം. ഇത് പൊളിക്കുമ്പോക്ക് വേർക്കുന്ന പണിയാണല്ലേ. കുറച്ച് ഞാൻ പൊളിച്ചു തരാം മോളെ. അതാ ഞാൻ അതിന് മുന്നേ പറഞ്ഞത്, പ്രോത്സാഹനം. പൊളിക്കും മോളെ എന്നാ പറയാ. അത് ഞാൻ പറയില്ല, അങ്ങനെ പഠിച്ചിട്ടല്ലോ. അങ്ങനെ പഠിക്കണം, അങ്ങനെ മക്കളാ പണിയെടുപ്പിക്കാണ്ട് വളർച്ചയില്ലേ നടക്കൂല. ഞാൻ അമീസിനോട് പറയലുണ്ട്. പിന്നെ വിറ്റടിക്കും, പാത്രം കഴുകും. അവിടെ ആളുണ്ടാവുമ്പോ നീ കുഞ്ഞിനെ കൊണ്ട് പണിയെടുപ്പിക്കണ്ട്. അതൊന്നും ഇതല്ല, പണിയെടുക്കണം. ആളെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇപ്പൊ എല്ലാ സമയം പണിയെടുത്ത് കൊടുക്കാൻ കഴിയാ. വയസ്സാവുന്നവർ പണിയെടുക്കണം. കണ്ടില്ലേ കുഴി മടിച്ച് കളവും. അതിപ്പോഴത്തെ പിള്ളേർ പാത്രം മടിക്കണമെങ്കിൽ ഒരു ബക്കറ്റ് വെള്ളം വേണം കേട്ടാ.
ഒരു 10 റുപ്യയുടെ സോപ്പ് ഉണ്ടാവില്ലേ, ആ കട്ടൻ്റെ പകുതിയും വേണം. മടിക്കോള് പാത്രം പഠിക്കും. അമ്മേടെ അടുത്ത് നിന്ന് പൂര കലമ്പും കിട്ടും. അല്ലാണ്ട് പാത്രം പഠിക്കാൻ ഇപ്പം അമ്മ പറഞ്ഞു. ഇത്രയും തടിച്ച കാമ്പുണ്ടാവും അമ്മ? അതിനേക്കാളും തടിച്ചുണ്ടോ? ഇനിയും പൊളിക്കേണ്ടത്? ഒരുപാട് പൊളിച്ചളയുണ്ട്. അത് അടിയോളം പൊളിക്കാണ്ട് വരില്ല. അടിയോളം പൊളിക്കാണ്ട് വരില്ല. നല്ല പണിയുണ്ട് കേട്ടാ കാമ്പ് പൊളിക്കല്. നീലന്നെ വേഗാവുന്നു. വേഗാവുന്നല്ല നോക്കട്ടെ. എന്നാലും കുറച്ച് പൊളിക്കണം എന്നുള്ളതല്ലേ. ബാക്കി അമ്മ പൊളിച്ചോ. നല്ല വെള്ളമുണ്ട് ഇതുണ്ടാ. ഇങ്ങനെയും കാമ്പ് പൊളിക്കാലോ. കഴിഞ്ഞമ്മ കഴിഞ്ഞാ ഇത്രയും വലിയ കാമ്പുണ്ടാവുക? അത് കൊറേ പൊളിക്കണം. പൊളിക്കണ? എന്നാ ഇനി എനക്കാവൂല. എന്നാ കൊണ്ടാ ഞാൻ പൊളിക്കല. ഇനിയും പൊളിക്കാനുണ്ട് കേട്ടാ. അതുണ്ട്. ദൈവേ അക്ക മതിയായി. ഇനി അമ്മ പൊളിച്ചോ. ഇതാ എന്നാ കൊണ്ടാ ആട് വെക്ക്. ഏതാ കൈ കവിറ്റ് വാ. അതിൽ കവിറ്റ് വാ. എനക്ക് മതിയായിട്ടാ കാമ്പ് പൊളിച്ചിട്ട്. ഞാൻ ലാസ്റ്റ് അമ്മക്ക് തന്നെ കൊടുത്തു. കുറേ പൊളിച്ചെടുത്ത്. ഇനി എനക്കാവൂല കേട്ടോ അമ്മ. പാട് പണിയുണ്ട് ഈ കാമ്പ് പൊളിക്കണമെങ്കിൽ. ഇത് തടിച്ച വാഴയായോണ്ടാന്ന് തോന്നല്ലേ? അനക്കാവണ്ടേ? ഞാൻ എന്താക്കണ്ട്? ഒരു കൊല കൊത്തിയാൽ കാമ്പായി കറി വെക്കാൻ. ഇതിൻ്റെ കണ്ട കറി വെക്കൂലേ വാഴേൻ്റെ? പണ്ടത്തെ തന്നെയല്ലേ ഇപ്പം? ഇന്ന് പുളിശ്ശേരിയാ? വാഴക്കണ്ടേനുണ്ടാ? നേന്ത്രവാഴ തന്നെ വേണം? പിന്നെ മറ്റേ നമ്മ ഒരു കാലിന് കണ്ണീറിയ ഒരു ഇത് കേട്ടയില്ലേ ചേമ്പാ? ഈയച്ചേമ്പല്ലേ? അതിൻ്റെ കണ്ട എടുക്കയില്ലേ? അതിൻ്റെ ഇതുപോലെ നാരെടുത്തിട്ട് കണ്ണീറി എടുക്ക വെക്കും അല്ലേ കാലിൻ്റെ? പണ്ടെപ്പോൾ കണ്ണീറും. തടിച്ചാൽ മര തടിച്ച കാമ്പാന്ന് തോന്നുന്നു. അങ്ങനെ കാമ്പ് റെഡിയായി. കാണിച്ചമ്മ കാമ്പ് റെഡി. കുറച്ചും കൂടെ പൊളിക്കാനുണ്ടല്ലേ? കൊത്തിയിട്ട് പൊളിക്കാം. അതിലും ഉണ്ടാവുക? ഇളയമ്മക്കോണ കൊടുത്തു ഒരു കഷ്ണം. ഒരു കഷ്ണം കൂടി ഉണ്ട് കേട്ടാ. വെറുതെ എന്തിനു കളിയുന്നു? നല്ല സാധനമല്ലേ? ചിലവൊന്നുമില്ലല്ലോ അല്ലേ? വേഗം പൊളിക്കാൻ കിട്ടുന്നതന്നെ. ഞാനിപ്പം കഷ്ടപ്പെട്ടിട്ടേ. അങ്ങനെ കഷ്ണാക്കിട്ടാ. അമ്മ രണ്ടാമത്തെ കാമ്പിൻ്റെ കഷ്ണം കൂടെ അമ്മ റെഡിയാക്കി അല്ല അമ്മ? അതില്ലേ അടി കൊത്തിക്കളഞ്ഞ. മറ്റേത് കോണുണ്ടാവില്ല? കളയണ്ട, പ്രകൃതിദത്തമായ സാധനം അല്ലേ? ഏറ്റവും നല്ല സാധനം കാമ്പ് കൂമ്പ്. അപ്പം ആരും ഇത് എടുക്കാനിട്ടല്ലേ? അപ്പം അങ്ങനെ അമ്മയും ഞാനും കൂടെ കാമ്പും എടുത്തു അല്ല അമ്മേ? ഇനിയിപ്പോൾ ഇത് എന്നാക്കുന്ന വറവാ. തൈരുണ്ടോ പച്ചടിയൊക്കെ? അച്ഛനോട് മേടിക്കാൻ പറയണം അല്ലേ? നമുക്ക് തൈര് വാങ്ങിയിട്ട് നല്ല അടിപൊളി കാമ്പ് പെരക്ക്. നമ്മുടെ നാട്ടിൽ കാമ്പ് പെരക്ക് എന്നല്ലേ പറയല്? ഇപ്പം 2-3 കഷ്ണം കാമ്പില്ലേ, ഇതെല്ലാം നമുക്ക് വറുത്തുന്നങ്ങില്ല അല്ല അമ്മ? അപ്പോൾ ഒരു കഷ്ണം ഇളയമ്മക്ക് കൊടുത്തുവിടാ. ഒന്ന് ഇടുത്തളയമ്മയുണ്ട്, ഇടുത്തളയമ്മക്ക് കൊടുത്താൽ കൊണ്ട് കൊടുത്തിട്ടൊക്കെ അവർ വറുത്തോട്ടല്ലേ? നമുക്ക് വറുക്കാനല്ലേ? ഇത് കൊണ്ട് കൊടുത്തിട്ട് തരാം.